പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. എത്രയോ മഹത്തായ വചനമാണെന്ന് ചിന്തിച്ച് നോക്കുക. സമാധാനത്തിൻ്റെ സദ്വാർത്ത. എന്താണ് സമാധാനത്തിൻ്റെ സദ്വാർത്ത? സമാധാനത്തിൻ്റെ രാജാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പം സമാധാനത്തിൻ്റെ സദ്വാർത്ത യേശു പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനം നൽകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ടുള്ള കർത്താവിൻ്റെ വചനപ്രഘോഷണം. ആ വചനപ്രഘോഷണം തന്നെയാണ് ഇവിടെ പത്രോസ്ലീഹയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. യേശുക്രിസ്തു തൻ്റെ വചനം ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ്ലീഹ പറയുകയാണ്. ആ കർത്താവിൻ്റെ വചനം എന്താണ്? വചനം ദൈവമല്ലേ? അപ്പോൾ സമാധാനം ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തെ ലഭിക്കണം. ദൈവത്തെ ലഭിക്കുന്ന വ്യക്തിക്കാണ് സമാധാനം ലഭിക്കുന്നത്. ആ കർത്താവിൻ്റെ വചനം തന്നെയാണ് യേശു തന്നെയാകുന്ന യേശു. തൻ്റെ വചനം സത്യത്തിൻ്റെ വചനം, രക്ഷയുടെ വചനം, സമാധാനത്തിൻ്റെ വചനം, സൗഖ്യത്തിൻ്റെ വചനം ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നു. ഇന്ന് പുത്രൻ ഇസ്രായേലായ സഭാ മക്കൾക്ക് നൽകുന്നതും ഈ സമാധാനത്തിൻ്റെ വചനം തന്നെയാണ്. ഈ സമാധാനത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങണം. ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ എൻ്റെ ദൈവത്തിന് ഈ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഇങ്ങനെ പറയുകയാണ്. ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് കർത്താവ് ഈശോ മിശിഹ തൻ്റെ വചനം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും അതിന് മുന്നോടിയായിട്ട് തന്നെ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ തിരുവചനത്തിൽ പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും. കണ്ടോ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് പക്ഷപാതമുണ്ടോ? ദൈവത്തിനൊരിക്കലും പക്ഷപാതമില്ല. മനുഷ്യർ പക്ഷപാതം കാണിക്കും. മനുഷ്യരെ നയിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് വിട്ടേക്കുന്ന നേതാക്കന്മാരും പക്ഷപാതം കാണിക്കും. സുവിശേഷം പ്രസംഗിക്കുന്നവരും പക്ഷപാതം കാണിക്കും. പറയപ്പെട്ട ധ്യാന ഗുരുക്കന്മാരുടെയും ജീവിതത്തിൽ പക്ഷപാതം കാണിക്കും. അവർ പക്ഷപാതം കാണിക്കുന്നതിൻ്റെ കാരണം അവർ മനുഷ്യരായതിൻ്റെ പേരിലാണ്. അവർ 100% ദൈവമല്ല, അവർ മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിൽ മാനുഷികത നിറഞ്ഞു നിൽക്കുന്നു. ഈ മാനുഷികത 100% മാനുഷികതയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് 100% ദൈവികതയുള്ള ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പക്ഷപാതം കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ടുള്ളൊരു മനസ്സും മനോഭാവവും ഉണ്ടാകും. സഭയിലെ വിശുദ്ധർക്കും ഒക്കെ അത് കണ്ടിട്ടുണ്ട്. അവരുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്കതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പത്രോസ്ലീഹ പറയാണ്, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്ന് ഞാൻ സത്യമായി അറിയുന്നു. കണ്ടോ, ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒന്നാമതായി അവിടുത്തെ ഭയപ്പെടണം. ഇന്ന് പലർക്കും ദൈവഭയമില്ല, മനുഷ്യരെ ഭയമില്ല,
കുട്ടികൾക്കാണെങ്കിൽ മാതാപിതാക്കളെ ഭയമില്ല, കുട്ടികൾക്ക് സ്കൂളിലുള്ള അധ്യാപകരെ ഭയമില്ല. ഒരുത്തരെയും ഭയമില്ലാതെ കൊണ്ട് വളർന്നു വരുന്ന ഒരു വലിയ സമൂഹം, തലമുറ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ്ലീഹ പറയുകയാണ്, അവിടുത്തെ ഭയപ്പെടുകയും, ഒന്നാമതായി ദൈവത്തെ ഭയപ്പെടണം, രണ്ടാമതായി നീതി പ്രവർത്തിക്കണം. ഒരു വ്യക്തി നീതി പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നീതിപൂർവം വിധിക്കുവാനും നീതിപൂർവം മറ്റുള്ളവരെ സഹായിക്കുവാനും ആ നീതിപൂർവമുള്ള പ്രവൃത്തികൾ നടത്തുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും, അടുത്ത പറയാണ്, ഏത് ജനതയിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് ജനതയിൽപ്പെട്ടവൻ, കണ്ടോ, ഏത് ജനതയിൽപ്പെട്ടവനായിക്കോട്ടെ, തുറന്നു പറയുകയാണ്, അവിടുത്തേക്ക് സ്വീകാര്യനാണെന്ന് ഞാൻ സത്യമായും അറിയുന്നു. ദൈവത്തിന് സ്വീകാര്യനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ അയക്കുകയും ആത്മാവിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒന്നാമതായി ദൈവം പക്ഷപാതം കാണിക്കുന്നില്ല, നമ്മൾ പക്ഷപാതം കാണിക്കുന്ന പരിപാടിയുണ്ട്, നിർത്തണം. അതുപോലെ തന്നെ ദൈവത്തെ ഭയപ്പെടണം, നീതി പ്രവർത്തിക്കണം. പക്ഷപാതം കാണിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് നിർത്തണം. അതുപോലെ തന്നെ ദൈവഭയമുണ്ടാകണം, നീതി പ്രവർത്തിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ദൈവം തൻ്റെ ആത്മാവിനെ ആ വ്യക്തിയിലേക്ക് അയക്കുകയും അവിടുത്തെ സമാധാനത്താൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പക്ഷപാതം കാണിക്കാതെ എല്ലാവരോടും തുല്യ മനോഭാവത്തോടുകൂടി കാണുവാനും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാനും, അങ്ങനെ അവിടുത്തെ സമാധാനം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ് ആ സമാധാനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.